ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കണ്ട ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ, അതായത് 2011 ലാസ്റ്റ് പാർട്ട് ഇറങ്ങി. ഞാൻ ഇതൊന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ചിത്രം ഞാൻ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണത്. ഞാൻ പറയാലോ, ഇതുവരെ കണ്ടതിൽ വെച്ച് 1, 2, 3 ഈ 3 പാർട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം സ്റ്റോറി ആണെങ്കിലും ശരി, മേക്കിംഗ് വൈസ് ആണെങ്കിലും ശരി, മറ്റ് പടങ്ങളെക്കാളും ഈ പടം ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഇതിൽ സ്റ്റോറി അത്യാവശ്യം നന്നായിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈനിലാണ് പടം പോകുന്നത്. അതായത് വെറുതെ കുറേ കൊലപാതകങ്ങൾ ഒരുപാട് മരണങ്ങൾ കാണിക്കുക എന്നുള്ളതിന് പകരം നല്ല വൃത്തിക്ക് ഇതിനൊക്കെ ഒരു കാരണം, അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് നല്ല വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റോറി അത്യാവശ്യം ഡീസൻറ്റ് സ്ക്രിപ്റ്റാണ്. നല്ല എൻഗേജിങ് ആയി പോകുന്നുണ്ട് പടം. 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലേ ഉള്ളൂ പടം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ഈ സിനിമയുടെ മേക്കിംഗ് വൈസ് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള ഓരോ മരണങ്ങളും അത്രയും ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഒരു ഇന്നോവേറ്റീവായിട്ട് നല്ല ചിന്തിച്ചിട്ടുണ്ട് അവർ ഇതിൽ ഡെത്തുകൾക്കൊക്കെ. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. മേക്കിംഗ് വൈസ് VFX ആണെങ്കിലും ശരി, സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും ശരി, ഒക്കെ അടിപൊളിയായിട്ടാണ് ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അങ്ങനെ കുറ്റമെന്ന് പറയാനൊന്നുമില്ല സിനിമയിൽ. ചില ക്യാരക്ടേഴ്സിൻ്റെ മരണം നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ ആയിരിക്കും, അത് അതേപോലെ നടക്കുന്നുണ്ട്. അതൊഴിച്ച ചില പ്രെഡിക്റ്റബിൾ ഫാക്ടറുകൾ ഒഴിച്ച പടം അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ് കേട്ടോ ഈ പടം. 18+ ആണ് ഫിലിം. അപ്പോൾ പ്രായപരിധി നോക്കുക, എല്ലാവരും പടത്തിന് പോവുക, തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ.